BD industry. This industry is concentrated in Kannur and Kasaragod district. It provides employment to about 30,000 workers. The Dinesh BD Central Cooperative Society, Kannur, with 22 primary BD societies under it was registered by the state government in 1969. They provided employment to about 24,000 workers as on 31st March 1993. Kannur district is popularly known as the land of looms and lords. This northern part of Kerala was also famous for BD industry. കേരളത്തിലെ BD ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെട്ട കണ്ണൂരും കാസർഗോഡുമാണ്. ഏകദേശം 30,000 ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. ദിനേശ് BD സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാനന്നൂർ, അത് 22 പ്രൈമറി BD സൊസൈറ്റി ഇവ ഒരുമിച്ചാണ്. ദിനേശിന്റെ കീഴിലാണ് 22 പ്രൈമറി BD സൊസൈറ്റി അടക്കം രജിസ്റ്റർ ചെയ്യപ്പെട്ട 1969. അന്ന് ഏകദേശം 24,000 പേർക്കാണെന്ന് 1993 പറയുമ്പോൾ 24,000 ആളുകൾക്ക് തൊഴിൽ നൽകിയൊരു മേഖലയാണ്. നമുക്കറിയാം കണ്ണൂർ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തറികളുടെയും തിറകളുടെയും നാടാണ് അല്ലെ. This northern part of Kerala was also famous for BD industry. ഇതിന്റെ വടക്കൻ ഭാഗങ്ങൾ BD ഉണ്ടാക്കുന്നതിൽ വളരെയധികം പ്രശസ്തമാണ്. The BD workers were known for their skill and dedication. അവരുടെ നൈപുണ്യവും അർപ്പണ മനോവും കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ്. More than half a century ago, Bangalore-based private manufacturers had run the industry in the area, as there were plenty of skilled workers. ഇവിടെ ധാരാളമായി നല്ല സ്കിൽഡായ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അരനൂറ്റാണ്ട് മുമ്പ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്വകാര്യ വ്യക്തികളാണ് BD വ്യവസായം കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. By giving nominal wages without any benefits, the private firms exploited the workers. ഇപ്പോൾ വളരെ നാമമാത്രമായ കൂലി കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. In the late 60s, Indian Parliament passed a remarkable bill known as BD and Cigar Workers Conditions of Employment Act, with a discriminative power to the state government to implement the same. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമമാണ് ഗവൺമെന്റ് പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കായിരുന്നു. The then state government led by EMS Namboodiripad implemented the act in Kerala in 1968 October. 1968 ഒക്ടോബർ മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ ഗവൺമെന്റ് EMS Namboodiripadiന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഈ നിയമം നടപ്പാക്കി. Believing that the implementation of the act would adversely affect the business, the private BD manufacturers like Ganesh BD abruptly closed the units in Kerala and shifted their business to Karnataka by overnight. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇവിടെ അന്ന് മെയിൻ ആയിട്ട് ലീഡ് ചെയ്ത BD ഗണേഷ് BD ആയിരുന്നു. അവര് ഈ നിയമം കേരള ഗവൺമെന്റും കൂടി അനുവദിക്കപ്പെട്ട പാസ്സാക്കിയ നിയമം നടപ്പിലാക്കത്തിൽ വെച്ച നിയമം തങ്ങളുടെ ബിസിനസിന്റെ തകർച്ചയ്ക്ക് കാരണമാവുന്നത് കരുതിക്കൊണ്ട് അവര് രാത്രിക്ക് തന്നെ ഒറ്റ രാത്രി കൊണ്ട് പറയാൻ കർണാടകയിലേക്ക് മാറ്റി പറിച്ചു നടപ്പെട്ടു എന്നാണ്. The poor workers became jobless and thrown to starvation literally. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പാവം തൊഴിലാളികളെ തൊഴിൽ നഷ്ടപ്പെടുകയും അവർ പട്ടിണി ഉണ്ടാവുകയും ചെയ്തു. The trade unions unitedly fought against the heinous act of the private company. It would not make any positive results. എല്ലാ തൊഴിലാളി യൂണിയനും കൂടി സംയുക്തമായി ഹീനമായ സ്വകാര്യ കമ്പനിയുടെ ഈ പ്രവർത്തനത്തിനെതിരെ പ്രതികരിച്ചെങ്കിലും ഒരു ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. So it is under the burning circumstances, state government, trade unions, industries department made effective steps to organize the workers under the cooperative basis and started 20 primary workers cooperative societies and a central society where all these societies affiliated with. ഈ സമയത്താണ് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഗവൺമെന്റും ട്രേഡ് യൂണിയൻസും മറ്റ് വ്യവസായ ഡിപ്പാർട്ട്മെന്റും കൂടി ഫലപ്രദമായ സ്റ്റെപ്പുകൾ സ്വീകരിച്ചു തൊഴിലാളികളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാനുള്ള. അങ്ങനെ 20 പ്രൈമറി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഒരു സെൻട്രൽ സൊസൈറ്റിയും അതിനോടുകൂടി ആ സെൻട്രൽ സൊസൈറ്റിയിലാണ് ഈ പ്രൈമറി എല്ലാം കൂടി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സൊസൈറ്റി രൂപീകരിച്ചു. Initially,
Only 3,000 workers were given membership to these 20 societies and made BD in the brand name Dinesh. ആദ്യം 3000 ആളുകൾക്ക് മാത്രമേ 20 പ്രൈമറി സൊസൈറ്റികൾ അംഗത്വം കൊടുത്തുള്ളൂ. അവർ BD ഉൽപ്പാദിപ്പിച്ചു. ബ്രാൻഡ് നെയിം ദിനേശ് എന്ന പേരിലാണ്, ബ്രാൻഡ് നെയിമിലാണ് BD ഉൽപ്പാദിപ്പിച്ചത്. It was a very difficult period in the starting years. തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലഘട്ടമായിരുന്നെങ്കിലും, but gradually with the concerted efforts of the workers, trade unions and management, the new brand became popular in this stage. ക്രമേണ അർപ്പിത മനോഭാവത്തോടു കൂടിയുള്ള തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻസിന്റെയും മാനേജ്മെന്റിന്റെയൊക്കെ ശ്രമഫലമായി ദിനേശ് BD കേരളത്തിൽ വളരെ ഫേമസ് ആയി മാറി. By late 70s and in the beginning of 1980s, the growth of the society was unprecedented with a workforce of 42,000. സൊസൈറ്റിയുടെ പ്രവർത്തകരുടെ എണ്ണം, മെമ്പേഴ്സിന്റെ എണ്ണം 42,000 ഉയരുന്നു. 70കളിലും 80കൾക്കും ഇടയിൽ എന്ന് പറയാൻ കഴിയും. വളരെ വലിയ അഭൂതപൂർവമായ ഒരു ഉയർച്ചയുണ്ടായി. The society got the position as the largest workers industrial cooperatives in the country. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിക സഹകരണ സംഘം എന്ന ഒരു പേരും അവർക്ക് നേടിയെടുക്കാൻ പറ്റി. The role of the society in the local economy was very crucial. നമ്മുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ഈ പറയുന്ന സൊസൈറ്റിയുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. The economic and social development of these areas was associated with Kerala Dinesh BD. ഈ പറയുന്ന പ്രദേശങ്ങളിലെ സാമൂഹിക സാമ്പത്തിക വികാസം എന്ന് പറയുന്നത് തീർച്ചയായും കേരള ദിനേശ് BDയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BD workers in the Kerala Dinesh BD get wages, dearness allowance, Sunday wages, holiday wages, earned leave, bonus, gratuity, etc. നിരവധി ആനുകൂല്യങ്ങളുണ്ട് ഈ കേരള ദിനേശ് BDയിലെ വേജ് വർക്കേഴ്സിന്. BD വർക്കേഴ്സ് വേജസ് കിട്ടും, DA കിട്ടും, സൺഡേ ജോലി ചെയ്ത് സൺഡേ കൂലി കിട്ടും, ഹോളിഡേ വർക്ക് ചെയ്ത ഹോളിഡേ വേജ് കിട്ടും, അതുപോലെ ഏൺഡ് ലീവ് ഉണ്ട്, ശമ്പളത്തോടുകൂടിയ ലീവ് ഉണ്ട്, ബോണസ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ ഉണ്ടായി. Moreover, they are also entitled to PF or PF. Government sponsored anti-tobacco campaign, legislation for ban on tobacco products, etc. paved the upcoming bitter days of BD industry since the beginning of 90s. തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള ടുബാക്കോക്കെതിരെയുള്ള, പുകയിലക്കെതിരെയുള്ള പ്രചരണ പരിപാടികൾ, നിയമങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ തകർച്ചയിലേക്ക് നയിച്ചു എന്ന് പറയാം. Both the government and the judiciary enacted and enforced laws without creating an atmosphere for rehabilitating the thrown out workforce. ഈ BD മേഖലയിൽ നിന്നുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ഗവൺമെന്റും നിയമ സംവിധാനവും ഒക്കെ നിയമങ്ങൾ പാസാക്കി. And thus thousands of people became unemployed, losing their mere income availed early. മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന നാമമാത്രമായ വരുമാനം നഷ്ടപ്പെട്ടുകൊണ്ട് തൊഴിലാത്ത അവസ്ഥയിലേക്ക് പോയി. The state government led by the Left Democratic Front LDF launched a relief pension scheme for the dropouts from Dinesh BD Society in 2009. 2009 കേരള ഇടതുപക്ഷ ഗവൺമെന്റ് ഈ BD മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് കൊണ്ട് റിലീഫ് പെൻഷൻ സ്കീം നടപ്പിലാക്കുകയുണ്ടായി. Nearly 4,000 workers had benefited in the scheme who left their job since 2006. 2006 ശേഷം ജോലി നഷ്ടപ്പെട്ട 4,000 ആളുകൾക്ക് ഈ സ്കീമിലൂടെ ഗുണം ഉണ്ടാവുകയുണ്ടായി. But now the scheme is unoperated due to lack of government assistance. ഗവൺമെന്റ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട്, അസിസ്റ്റന്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ സ്കീമും പ്രവർത്തനരഹിതമാണ്.